നമസ്കാരം. കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തിയിട്ട് വർഷങ്ങളായി. ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന കോന്നി ഇക്കോ ടൂറിസം സെന്ററിൽ സുരക്ഷാ പരിശോധനകൾ പാലിക്കാതെയും നടപ്പാക്കാതെയുമാണ് ഇതുവരെയും ടൂറിസം കേന്ദ്രവും അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രവും പ്രവർത്തിച്ചത്. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് 2022 പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ വനംവകുപ്പ് തയ്യാറാക്കിയിരുന്നു. തുടർന്ന് പി പുകഴേന്തി ഇക്കോ ടൂറിസം അഡീഷണൽ PCCF ആയിരിക്കെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾക്ക് പ്രത്യേക നാമനിർദ്ദേശങ്ങളും സുരക്ഷാ ഓഡിറ്റിംഗും ഉൾപ്പെടെ നിർദ്ദേശിച്ചിരുന്നു. വനം വകുപ്പിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, പൊതുമരാമത്ത്, ടൂറിസം, ഹെൽത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘമാണ് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തേണ്ടതെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കോന്നിയിലടക്കമുള്ള മിക്ക ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും സുരക്ഷാ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. കോന്നിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്താതെയാണ് ഇവിടേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മരിച്ച അഭിരാം എന്ന കുട്ടിയുടെ മരണത്തിന് കാരണവും ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളുടെ അനാസ്ഥയാണ്. മേലുദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ചയാണ് ഇതിന് പിന്നിൽ. അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലും സുരക്ഷാ പരിശോധന നടന്നിട്ടില്ല. സവാരി കേന്ദ്രത്തിലെ കൊട്ടവഞ്ചികളും കാലപ്പഴക്കം ചെന്നവയാണെന്നാണ് അറിയുന്നത്. കോന്നി ആനത്താവളത്തിനുള്ളിൽ കുട്ടികൾക്കുള്ള പാർക്കിലെ റൈഡുകൾ അടക്കമുള്ളവ തുരുമ്പിച്ച നാശാവസ്ഥയിലാണെന്ന ആക്ഷേപമുണ്ട്. മാത്രമല്ല, അപകടകരമായ മരച്ചില്ലകളും മുറിച്ചു നീക്കിയിട്ടില്ല. കുത്തൊഴുക്കുള്ള കല്ലാറ്റിൽ ജീർണാവസ്ഥയിലായ കൊട്ടവഞ്ചികൾ ഉപയോഗിച്ച് സവാരി നടത്തുന്നത് സഞ്ചാരികളുടെ ജീവന് ഭീഷണിയാണ്. എന്നാൽ ഇതുവരെയായിട്ടും സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വനവകുപ്പ് അധികൃതർ തയ്യാറായിട്ടില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ ഇങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട. ഏപ്രിൽ 21 മുതൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു. ഏവർക്കും സ്വാഗതം.